എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ 3 രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളോടാണ്. ഏത് വന്യമൃഗ ശല്യത്തിന്റെ കാര്യം പറയുമ്പോൾ 1972 വന്യജീവി നിയമത്തെക്കുറിച്ചാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വനം വന്യജീവി നിയമം എഴുതിയത് 1972 1980 രൂപം കൊണ്ട വയനാട് ജില്ലയിൽ വന്യമൃഗ ആക്രമണത്തിൽ ഓരോരുത്തരും മരണപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് എത്ര ആളുകൾ കൃത്യമായിട്ട് വീട്ടിലെത്തുമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വയനാട്ടിലെ ജനങ്ങൾ നിൽക്കുന്നത്. അത് സത്യമാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ വയനാടിലെ യഥാർത്ഥ വിഷയം ഇവിടെ രാഹുൽ ഗാന്ധി MP ആകുക അല്ലെങ്കിൽ BJPന്റെ പ്രതിനിധി MP ആകുക എന്നുള്ളതല്ല. വയനാട്ടിലെ യഥാർത്ഥ പ്രശ്നം എന്തറിയോ? ഇവിടെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. ഇവിടുത്തെ വയനാട്ടിലെ ഓരോ ആളുകളുടെയും വോട്ട് മേടിച്ചിട്ടാണ് ഇവരൊക്കെ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. അധികാരത്തിൽ കയറി ഇവിടുത്തെ അവർക്ക് കിട്ടുന്ന എല്ലാവിധ സുഖഭോഗങ്ങളും അവര് സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരവിടെ പോയി കഴിഞ്ഞാൽ സംസാരിക്കുന്ന വന്യമൃഗങ്ങൾ വേണ്ടിയാണ്. ഈ പാവപ്പെട്ട ആളുകൾ മരണപ്പെട്ടാൽ ഒരാൾക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ആള്, ഞാനൊരു മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ ഞാൻ കൊടുക്കുന്ന 50 ലക്ഷത്തിനോ 60 ലക്ഷത്തിനോ, ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ കൊടുക്കുന്ന നക്കാപ്പിച്ച 10 ലക്ഷം രൂപയാ. ഒരു വന്യമൃഗത്തിന് വേണ്ടി അതിൽ കൂടുതൽ, ഒരാളെ കൊന്ന വന്യമൃഗത്തിന് വേണ്ടി 10 ലക്ഷത്തിൽ കൂടുതൽ മുടക്കുന്ന നാട്ടിലാണ് ഒരാൾക്ക് വേണ്ടി 10 ലക്ഷം നടക്കുന്നത്. ശാശ്വതമായ പരിഹാരം കാണുവാൻ വേണ്ടി ഇവിടെ ആര് തയ്യാറാകുന്നോ ആ തയ്യാറാകുന്ന ജനങ്ങളോട്, ആ തയ്യാറാകുന്ന ആളുകളോടൊപ്പമാണ് ഈ നാട്ടിലെ ജനങ്ങൾ നിൽക്കുക. BJP അല്ല, കോൺഗ്രസ് അല്ല, CPM അല്ല. ഈ വയനാട്ടിലെ ജനങ്ങളുടെ യഥാർത്ഥ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ശാശ്വതമായ പരസ്പര രാഷ്ട്രീയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് ചെളിവാരി എറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇന്നും ഇന്നലെയല്ല. ഈ 1972 നിയമം എഴുതിയത് ഞാനല്ല, ആനയുടെ ചവിട്ട് കൊണ്ട് ഭരിച്ച പോളല്ല, പ്രജീഷ് അല്ല, അജീഷ് അല്ല. ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, മരിക്കുന്ന ആള് അല്ല, ഈ രാഷ്ട്രീയമല്ല നോക്കണ്ടേ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആര് നിൽക്കുന്നോ അവരോടൊപ്പം ഞാൻ നിൽക്കും. അല്ല, ഒരു നിമിഷം പെട്ടെന്ന് പറഞ്ഞേ, മറുപടി പോകണം, ജയിലിലേക്ക് പോകണം. നമ്മുടെ വയനാട്ടിലെ വന്യമൃഗ ശല്യത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്നുള്ളത് എല്ലാവരും പറയുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇവിടെ നമ്മുടെ പാർലമെന്റില് ഈ വയനാടിന്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നതിന് വയനാടിനെ അറിയുന്നതും അതേപോലെ മലയാളം അറിയുന്നതും നമ്മുടെ പ്രദേശം അറിയുന്നതുമായിട്ടുള്ള ഒരു MP ഇവിടെ വരേണ്ടത് അത്യാവശ്യമാണ്. അതിന് ആനി രാജയെ വിജയിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ജോബി ഇന്ത്യൻ പാർലമെന്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല. ഇന്ത്യൻ പാർലമെന്റിലെ തെരഞ്ഞെടുക്കുന്നത് ഇന്ത്യ രാഷ്ട്രത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾ അല്ല, മലയാളം എന്നുള്ളതല്ല. കഴിവും തന്റെ ഇടമുള്ള ആളുകൾ മാത്രം കോൺഗ്രസ് ജയിപ്പിക്കും. ശരി, ഇത് മറുപടികൾ ഇവരുടെ മറുപടി കേട്ട് തൃശ്ശൂർ താങ്കൾ ബസ് ഓപ്പറേറ്റേഴ്സിന്റെ ഒരു നിമിഷം വരും. മൈക്ക് ഓണാ പറഞ്ഞോ സാറേ. നമുക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സാർ കടുവേനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കാഴ്ച ബംഗ്ലാവിൽ അല്ലാതെ കണ്ടിട്ടുണ്ട്. അത് ഇവിടെ ഈ വയനാട്ടിലെ ഈ പുൽപ്പള്ളിയിൽ മേഖലയിലെ മുഴുവൻ ആൾക്കാരും 24 മണിക്കൂർ കണ്ടോണ്ടിരിക്കുകയാണ്. അതിനൊരു ശാശ്വത പരിഹാരമാണ് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക്. എന്താണ് ജയ അതിനൊരു ശാശ്വത പരിഹാരം? ഇപ്പോഴും പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവ കാട് കയറിയിട്ടില്ല. അതിന്റെ ശാശ്വത പരിഹാരത്തെ സംബന്ധിച്ച് സമയം തരണം. കുറെ അധികം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ളതാണ്. ഇതിന്റെ ശാശ്വത പരിഹാരം ഇപ്പൊ ഇവിടുന്ന് ആളുകൾ പറഞ്ഞു 972 വന നിയമമാണെന്ന് പറഞ്ഞു. 972 വന നിയമം ശ്രീമതി ഇന്ദിരാഗാന്ധിന്റെ കാലത്ത് കൊണ്ടുവന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 2021 50 വർഷം പഴക്കമുള്ള ഈ നിയമം ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി പാർലമെന്റിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. എനിക്കൊരു ചോദ്യമുണ്ട്. CRPC 133 എന്നാണ് എന്റെ വിശ്വാസം. അതുപ്രകാരം കളക്ടർക്ക് മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന ഒരു വന്യജീവിയെ വെടിവെച്ചു കൊടുക്കാനുള്ള അവകാശമുണ്ടോ? ഫെബ്രുവരി 21 ഹിന്ദു CRPC പ്രൊവിഷൻ ക്യാൻ ബി യൂസ്ഡ് ടു കിൽ വൈൽഡ് ലൈഫ്. ഹൈക്കോർട്ട് ഫെബ്രുവരി 21 ഹിന്ദു പത്രത്തിന്റെ ന്യൂസ് ആയത്. CRPC 133 പ്രകാരം മേൽക്കോടതി വിധി വന്നില്ലേ? മേൽക്കോടതി വിധി വന്നിട്ടില്ല. ഹൈക്കോടതി ഇതിന് സജ്ജത കോടതി വിധി വന്നിട്ടില്ല. സുപ്രീം കോടതി വിധി വന്നിട്ടില്ല. CRPC 133 സ്പെസിഫിക് ആക്ടിനെ ഓവർറൈഡ് ചെയ്യുമെന്ന് സുപ്രീം കോടതിയുടെ വിധി കൃത്യമായിട്ട് ഇനി അങ്ങനെയാണെന്നിരിക്കട്ടെ. പക്ഷേ കളക്ടർക്ക് ഉത്തരവിട്ടൊരു വന്യജീവിയെ കൊന്നാൽ, അതായത് മനുഷ്യന് ഹാനികരമാകുന്ന കടുവയെ കൊന്നാൽ ആരാണ് സാർ അതിനെതിരെ കേസ് കൊണ്ട് പരിസ്ഥിതി പ്രവർത്തകരായിരിക്കും? ഞാൻ ഒരു ഉദാഹരണം അങ്ങോട്ട് പറയാം. ഈ കഴിഞ്ഞ
ഈ 2023 5-ാം മാസത്തിൽ കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ കാട്ടുപോത്തിറങ്ങി. ആ എരുമേലിയിലെ കാട്ടുപോത്തിനെ കൊല്ലാൻ കോട്ടയം ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. കോട്ടയം ജില്ലാ കളക്ടർ ഉത്തരവിട്ടതിന്റെ പിറ്റേ ദിവസം കോട്ടയം DFO മിസ്റ്റർ രാജേഷ് കളക്ടർക്ക് നോട്ടീസ് കൊടുത്തു. 972 വന നിയമത്തിന് വിരുദ്ധമാണ് CRPC വന ഉദ്യോഗസ്ഥനാണ്. ഉദ്യോഗസ്ഥ കൊടുത്തു. കളക്ടർ അത് പിൻവലിച്ചു സാർ. കളക്ടർ അത് പിൻവലിച്ചു സാർ. കളക്ടർ അത് പിൻവലിച്ചു സാർ. കളക്ടർ ഇട്ട 133 ഉത്തരവ് പേടിപ്പിച്ചു. പിൻവലിച്ചു. വനം വകുപ്പ് പേടിപ്പിച്ചു റവന്യൂ അതോറിറ്റിയെ. കളക്ടർക്ക് അധികാരമുണ്ടെങ്കിൽ കളക്ടർ എന്തിനത് പിൻവലിക്കണം?